ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഇവിടെ മനാഫിൻ്റെ ആ ദൗത്യമുഖത്തെ ഇൻറ്റഗ്രിറ്റിയിൽ ആർക്കും സംശയമില്ല. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ ദിവസം ദൗത്യത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ നമുക്കൊരു എത്തും പിടിയും കിട്ടാതെ രാവിലെ മുതൽ നമ്മളവിടെ പോയി നിൽക്കും, വൈകുന്നേരമാകുമ്പോൾ നിരാശ മാത്രമുള്ള ദിവസങ്ങളിൽ ഈ പറഞ്ഞ എല്ലാവരും അവിടെ ഉണ്ടല്ലോ, നമ്മളവിടെ 10-14 ദിവസം നമ്മളവിടെ ഉണ്ടായതാണ്. ഈ പറഞ്ഞ മനാഫ് ആദ്യം മുതൽ അവിടെ ഉണ്ട്. അതിലൊരു ദിവസം ഞാൻ ഷിരൂരിൽ നാട്ടിലേക്ക് തിരിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് വൈകിട്ട് അവിടുത്തെ പെരുമഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ അതിഭീകര മഴയും അതിഭീകരമായ കൊടുങ്കാറ്റുമുള്ള കാറ്റുമാണ്. മനാഫ് അവിടെ നിൽക്കുന്നു. ഞാൻ പോയി ഷേക്കാൻ്റെ കൊടുത്തപ്പോൾ കൈ പൊള്ളുന്ന പനിയാണ്, വലിയ ചുമയാണ്. പെരുമഴയത്ത് പോത്ത് നനയും പോലെ ഈ മനുഷ്യൻ നിന്ന് നനയുക. ഞാൻ ആലോചിച്ചു, ഇയാൾക്ക് വട്ടാണ്, സീരിയസ് ഞാൻ ആലോചിച്ചു. ഒരു കുട പോലും ഇല്ല നനയുക. ഒരു ഭ്രാന്തനെ പോലെ ഈ ദിവസങ്ങൾ മൊത്തം അലഞ്ഞ മനുഷ്യനാണ് രാഹുൽ ഈശ്വർ. ഇവിടെ വീട്ടുമുറ്റത്ത് 2 ഓടിയും ഒരു ബെൻസും, അല്ലെങ്കിൽ മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ്സും, അല്ലെങ്കിൽ പരമ്പരാഗതമായ അതിസമ്പന്ന കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും നിൽക്കുന്നവരല്ല. മനാഫിനെ നമുക്ക് വേണം. രാഹുൽ ഈശ്വർ, അവിടെ ഷിരൂരിൽ അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ആത്യന്തികമായ നഷ്ടമാർക്കാണ്, അർജുൻ്റെ വീട്ടുകാർക്കാണ്. അവിടെ അർജുൻ്റെ വേർപാടിൽ വിലപിക്കുന്ന ഒരു അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. ആ കുടുംബത്തെ നമുക്ക് ചേർത്ത് പിടിക്കണം. ഈ 2 പേരും നമുക്ക് പ്രിയപ്പെട്ടവരാണ്. അതിനിടയിൽ നിന്ന് ഇവരെ തമ്മിലടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇത് അലമ്പുണ്ടാക്കാനോ ശ്രമിക്കുന്ന ഒരു ശക്തികളെ നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. രാഹുൽ ഈശ്വർ, സംശയമില്ല. അവിടെ പ്രത്യേകിച്ച് മനാഫ് കൂടി ഉള്ളതുകൊണ്ട് മനാഫിനോട് നേരിട്ടൊരു വാക്ക് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു. വാക്കുകൾ ഒട്ടും ലോഭിക്കാതെ പറയട്ടെ. മനാഫ്, നിങ്ങളൊരു ഹീറോ ആണ്. നിങ്ങൾ നമ്മുടെ ഓരോ മലയാളിയുടെയും അഭിമാനമാണ്. ആ അഭിമാനം നമ്മുടെ എല്ലാവരുടെയാണ്. അതിനീ കാണുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ ആലങ്കാരികമായി പറഞ്ഞാൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ശേഷം മനാഫിന്റെ യൂട്യൂബ് ചാനലിൽ മനാഫിനോടുള്ള സ്നേഹം കാണിക്കാനാണ്, അല്ലാതെ മനാഫിന്റെ ധ്രുവവൃത്തിയുടെ വീഡിയോകളായിട്ടല്ല. പകരം മനാഫ് എന്ന വ്യക്തിയോടുള്ള സ്നേഹവും ഇഷ്ടവും, നിങ്ങൾ അവിടെ കാണിച്ച നായകത്വവും ലീഡർഷിപ്പ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മുമ്പോട്ടെടുത്ത കാര്യത്തിന് എല്ലാ മലയാളികളുടെ ഭാഗത്തു നിന്നും ഒരു ആലിംഗനം, ഒരു ഹഗ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊരു ഹീറോ ആണ്. അതേപോലെ ശ്രീ ഈശ്വർ മാൽപേ, നിങ്ങൾക്ക് മലയാളികളുടെ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളും നമുക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് ഒരു ദിവസം നിങ്ങളെ വെച്ചൊരു അനുഭവം ഉണ്ടായി. ഒരു മീഡിയക്കാരൻ നേരെ വിളിച്ചിട്ട്, ഈശ്വർ അല്ലേ, എപ്പോഴാ മുങ്ങാൻ തുടങ്ങുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ, അതാരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈശ്വർ മാൽപേ അല്ലേ എന്ന് പറഞ്ഞ് ഒരിക്കലും എനിക്കും 24 ഏതോ ഒരു ചാനലിന്റെ ഭാഗത്തു നിന്ന് കോൾ വന്നിട്ട്. അപ്പൊ നിങ്ങളെല്ലാം നമ്മുടെ അഭിമാനമാണ്. പിന്നെ നമ്മള് പ്രത്യേകിച്ച് ഈശ്വർ മാൽപേക്കാണ്. ഞങ്ങൾ മലയാളികൾക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. എല്ലാം നന്നായി പോകുന്നത് നമുക്ക് ഇഷ്ടമല്ല. ആരെങ്കിലും ഒക്കെ നമ്മൾ കുറ്റം പറയും. ഈ അമ്മയെ തല്ലിയാലും 3 അഭിപ്രായം ഉണ്ടെന്നാണ് നമ്മുടെ മലയാളികളെ കുറിച്ച് പറയാറുള്ളത്. അതുകൊണ്ട് ഈശ്വർ മാൽപേജി വിഷമിക്കരുത്. ഞങ്ങളുടെ ഇടയിലുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. 2-3 കാര്യങ്ങൾ. ഇനി ശ്രീ ഹാഷ്മിയോട് കൂടി ഒരു കാര്യം. ഹാഷ്മിയോട് 99% കാര്യങ്ങളിലും വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ ചേർത്ത് നിർത്താൻ നമുക്ക് ആവശ്യമാണ്. ഇതിനോട് 101% യോജിക്കുന്നു. പ്രത്യേകിച്ച് അർജുന്റെ കുടുംബത്തോടും അവരോടും താഴ്മയായി അഭ്യർത്ഥിക്കാനുള്ളത്, അർജുൻ നമ്മുടെ നാടിന്റെ നോവാണ്, വേദനയാണ്. അപ്പൊ നിങ്ങളെ എല്ലാം നമ്മുടെ ആഴത്തിൽ അറിയുന്നത്, നിങ്ങളുടെ വേദന പങ്കുവെക്കുന്നതാണ്. നിങ്ങളെ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പരസ്പരം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ 2 പേരെ കൂട്ടിയടിച്ച് അതിന്റെ ഇടയിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. ഇല്ലാത്ത കള്ളക്കഥകൾ കുത്തിത്തിരികി, സാമുദായികമായ ആംഗിൾ കൊണ്ടുവന്ന്, വേറെ പല പ്രശ്നങ്ങളും കൊണ്ടുവന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അവരിൽ വീഴു പോകരുത്. അർജുന്റെ കുടുംബത്തെയും എല്ലാം ഞങ്ങളെല്ലാം എത്രയോ ദിവസം ഉദ്വേഗത്തോടു കൂടിയിരുന്ന് എന്ത് സംഭവിച്ചു, പ്രാർത്ഥിച്ചു. ഇതെല്ലാം സാധാരണ എല്ലാ മലയാളികളും ചെയ്തു. എന്തുകൊണ്ടാണ്? നമുക്കെല്ലാം ഈ കുടുംബത്തിലെ ആൾക്കാരെ അറിയാം, അവരുടെ കുട്ടികളെ അറിയാം. അപ്പം നല്ല അർത്ഥത്തിൽ പറയുന്ന കാര്യം, ഇപ്പൊ മനാഫ് പറയുന്നതായിട്ട് ഞാൻ വാക്ക് കണ്ടു, എന്റെ മോനെ പോലെ കാണുമോ. നമ്മളെല്ലാം നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ പറയൂ. നമ്മുടെ എങ്ങനെ ഒരു സഹോദരന്റെ, സുഹൃത്തിന്റെ, അല്ലെങ്കിൽ അവിടെ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ കുട്ടി എന്റെ മകനെ പോലെ. നമ്മളിപ്പോ എവിടെ പോയാലും ചെറിയ നീരസങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് സമൂഹത്തിൽ ഇപ്പൊ ചെറിയ നീരസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യന്മാരായാലും അങ്ങനെ ഉണ്ടാവണമെന്നേ. അല്ലെങ്കിൽ മനുഷ്യൻ അവരെ മറ്റേ യന്ത്രങ്ങളോ കമ്പ്യൂട്ടറൊക്കെ ആവില്ലേ. ചെറിയ നീരസങ്ങളുണ്ട്, അത് പരിഹരിക്കാവുന്ന നീരസങ്ങളായിരുന്നു. പോട്ടെ, അതൊരു വാർത്താ സമ്മേളനത്തിലേക്ക് പോയി പോട്ടെ. ഞാൻ പറയുന്നത് അവരെ അതിന്റെ പേരിൽ പറയാവുന്നതിന്റെ പരമാവധി വൃത്തികേട് പറയാൻ പാടില്ലെന്നേ. നമുക്ക് മനാഫിനോട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ആ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പറ്റണം, അല്ലേ? 100%. ആ മനാഫിന്റെ വാക്കുകൾ തന്നെ എടുക്കണം. ഞാൻ മനാഫിന്റെ പ്രതികരണം ശ്രദ്ധിക്കുകയായിരുന്നു ഇപ്പോഴല്ല, ഇന്നലെ അടക്കം. അതായത് മനാഫ് പറഞ്ഞത് എന്താ, അവരോട് ഞാൻ ക്ഷമ പറയുന്നു, പ്രശ്നങ്ങൾ തീരട്ടെ. ഈ സമീപനം ആവശ്യമാണ്. കാര്യം നമുക്കെല്ലാം, നമ്മളെക്കാൾ എല്ലാം വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ആ കുടുംബത്തിനാണ്. ആ കുടുംബത്തിന്റെ വേദന ചേർത്ത് നിർത്തണം. അവർ വളരെ ഇമോഷണലി റിയാക്ട് ചെയ്യുന്ന ഒരു അവസരമാണ്. നമ്മുടെ എല്ലാ കുടുംബത്തിലുണ്ട്. നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യും. വൈകാരികപരമായി റിയാക്ട് ചെയ്യുന്ന ഒരു അവസരമാണ്. അവരുടെ വേദനയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. അവരോടൊപ്പം തന്നെയാണ് എല്ലാവരും. ആരെങ്കിലും അവരെ, പ്രത്യേകിച്ച് ആ സഹോദരിയോ അമ്മയോ ഒക്കെ എന്തെങ്കിലും രീതിയിൽ മോശം പറയുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പിൻവാങ്ങണം. നമുക്ക് ഈ നെഗറ്റിവിറ്റി ഇല്ലാതെ ജീവിച്ചുകൂടെ? ഇവരിലെ നന്മയെ നമുക്ക് കണ്ടുകൂടെ? ഒരുപക്ഷെ അർജുന്റെ കാര്യത്തിൽ, കേരളത്തിന്റെ പ്രത്യേകത എല്ലാ കാര്യത്തിലും നമുക്ക് അഭിപ്രായ വ്യത്യാസമാണ്. അർജുന്റെ കാര്യത്തിൽ അർജുനെ രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അർജുന് വേണ്ടിയുള്ള ആ ദൗത്യത്തിൽ നമ്മൾ എല്ലാവരും ഒന്നായിരുന്നു. അതിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ വർഗമോ വർണ്ണമോ ഒന്നും ഇല്ലായിരുന്നു. നമ്മളെല്ലാവരും അർജുന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്, തിരിച്ചു കിട്ടുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചവരാണ്. അങ്ങനെ പോസിറ്റീവായി പൊക്കൂടെ? അതുകൊണ്ട് അർജുന്റെ ഫാമിലിയെ ആക്രമിക്കുന്നത് തെറ്റാണ്,
മേരെ മനാഫിനെയോ അല്ലെങ്കിൽ ഈശ്വർ മാൽപ്പയെ ആക്രമിക്കുന്നത് തെറ്റാണ്. 2 പോലീസുകാരും ഈ കേസ് എന്നൊക്കെ പറയുന്നതേ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു ചാപ്റ്റർ ആണ് കഴിഞ്ഞത്. ഇനി അതിന്റെ പേര് കേസും വഴക്കും എന്നൊക്കെ പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? കഷ്ടമാണ് കുറച്ചുകൂടെ ഞാൻ സെൻസിറ്റീവ് ഈ അതിൽ കാര്യങ്ങൾ ഡീൽ നമുക്ക്